അസർബൈജാൻ ഫസ്റ്റ് ഡേ ഇത് എയർപോർട്ടിൽ ഞങ്ങൾ റീലെടുക്കുന്നതാണ് കാണുന്നത്. സോ ഫ്ലൈറ്റ് വന്നിട്ടുണ്ട്, ഞങ്ങളതിനകത്ത് കയറി. ഫറയൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. ഫസ്റ്റ് സ്നോ കാണാൻ പോകുന്നതിൻ്റെ ഒരു ഹാപ്പിനെസ് അവളുടെ ഫേസിലുണ്ട്. ഫ്ലൈറ്റിനകത്ത് എയർ ഹോസ്റ്റസും എല്ലാം നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. ഫുഡെല്ലാം സൂപ്പറായിരുന്നു. നല്ല ബിരിയാണി ആയിരുന്നു ഞങ്ങൾ കഴിച്ചത്. പിന്നെ അവിടെ എത്താറായപ്പോൾ തന്നെ നമുക്ക് സ്നോ കാണാമായിരുന്നു അവിടുത്തെ മൗണ്ടെയ്ൻസിൻ്റെ മേലെ. അവിടെ എത്തി ഭയങ്കര എക്സൈറ്റഡ് ആണ്. അവിടെ മഴയും ഉണ്ടായിരുന്നു കൂടെ, അതുകൊണ്ട് ഭയങ്കര തണുപ്പായിരുന്നു. ഫറയെല്ലാം ഊതി നോക്കുന്നുണ്ട്. നമ്മൾ ഈ നല്ല തണുപ്പുള്ളിടത്ത് പോയിട്ട് ഇങ്ങനെ ഹീറ്റ് പുറത്തേക്ക് വായുടെ പുറത്തേക്ക് വരുമ്പോൾ ആ പുക വരുന്നത് കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. പക്ഷെ ഇത് വീഡിയോയിൽ ശരിക്കും അങ്ങോട്ട് ക്ലിയർ ആവുന്നില്ല. ഭയങ്കര ഹാപ്പിയായി അവിടെ എത്തിക്കഴിഞ്ഞപ്പം. പിന്നെ ഞങ്ങളുടെ ഡ്രൈവർ വന്നു, ഞങ്ങൾ വണ്ടിയിൽ കയറി. അവിടുത്തെ സിറ്റിയിലാണ് ഞങ്ങളുടെ ഹോട്ടലായിരുന്നത്. സോ ഇതാണ് അവിടുത്തെ ഒരു സിറ്റിയുടെ ഒരു മെയിൻ ഏരിയ. നമ്മുടെ എന്താ പറയുക, അവിടുത്തെ വണ്ടികളായാലും ബിൽഡിങ്സ് ആയാലും എല്ലാം എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. നല്ല ഹാപ്പി ആയിരുന്നു. മഴയും കൂടെ ആയപ്പോൾ നല്ല രസമായിരുന്നു. ഞങ്ങൾ ഹോട്ടലിൽ പോയിട്ട് അവിടെ എല്ലാം ലഗേജെല്ലാം ഇറക്കി വെച്ച് ജസ്റ്റ് ഒന്ന് അവിടെ വാക്ക് ചെയ്തു. അവിടെ ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ കയറി. ഫുഡിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയി. മക്കളെല്ലാം നല്ല ഉറക്കമാണ്. എന്താ പറയുക, അവിടുത്തെ ആൾക്കാരൊക്കെ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. നല്ല രസമായിരുന്നു. മഴയും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു തണുപ്പും മഴയും എല്ലാം കൂടെ അടിപൊളിയായിരുന്നു. ഇന്നത്തെ ഐറ്റിനറി അവിടുത്തെ മെയിൻ ബിൽഡിങ്സ് വിസിറ്റ് ചെയ്യലായിരുന്നു. അപ്പോൾ അവിടുത്തെ ടൗൺ ഏരിയയിൽ തന്നെയാണ് ഈ ബിൽഡിങ്സ് എല്ലാം ഉള്ളത്. അപ്പോൾ അവിടെ നല്ല രസമാണ് കേട്ടോ. കൂടെ മഴയും കൂടെ ഉണ്ടായി. പിന്നെ ഐ ലവ് ബാക്കു എന്ന് പറയുന്നത് അവിടുത്തെ ഒരു മെയിൻ പ്ലേസാണ്. പിന്നെ ഇത് ഒരു കേബിൾ ബസ് എന്നൊക്കെ പറയില്ല, അങ്ങനെ ഒരു സംഭവമാണ്. പക്ഷെ ഭയങ്കര രസമാണ് കേട്ടോ. അതിൻ്റെ മുകളിലേക്ക് ചെന്നാലേ നമുക്ക് അവിടേക്ക് ആ സ്പോട്ടിലേക്ക് എത്താൻ പറ്റുള്ളൂ. സോ നല്ല രസമാണ് ആ ഒരു ട്രാവൽ. അത് കഴിഞ്ഞ് ഇവിടുത്തെ ഇത് മെയിൻ ബിൽഡിംഗ് ആണ്. ഇവിടുത്തെ ഫോട്ടോഷൂട്ടൊക്കെയാണ് നടക്കുന്നത്. പിന്നെ ഭക്ഷണം കഴിച്ചു, നല്ല വിശപ്പായി. അപ്പോൾ അവിടുത്തെ KFC ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. മക്കൾക്കൊന്നും KFC ഇഷ്ടമാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ കാർപ്പറ്റ് മ്യൂസിയം കാണാൻ വേണ്ടി പോയി. നോക്കുമ്പം പിള്ളേരൊക്കെ അവിടെ നല്ല നല്ല ക്ലൈമറ്റ് ആണല്ലോ. സോ അവർ ഭയങ്കര ഹാപ്പിയാണ്. അത് കഴിഞ്ഞ് അവിടുത്തെ വെനീസ്, സ്മോൾ വെനീസ് ആണിത്. അതിനകത്ത് ജസ്റ്റ് നമ്മളെന്തോ ചെറിയൊരു പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു റൂട്ടിൽ പോകാൻ പറ്റും. സോ അത് നല്ല രസമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ജസ്റ്റ് ഒരു സിറ്റി ടൂർ പോലെ അവിടുത്തെ സിറ്റി വാക്കിൽ ജസ്റ്റ് ഒന്ന് നടന്നു. അസർബൈജാൻ ഫ്ലാഗാണ് കാണുന്നത്. ഇത് അവിടുത്തെ ഒരു മെയിൻ സ്പോട്ടാണ്, മെയിൻ ടൂറിസ്റ്റ് സ്പോട്ടാണ്. അത് കഴിഞ്ഞ് ഞങ്ങളതിൻ്റെ ഓൾഡ് വില്ലേജിലേക്ക് പോയി. അവിടെ ഈ പറയും പോലെ പഴയ ടൈപ്പ് ഓഫ് ബിൽഡിങ്സും എല്ലാം നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. ഇതാണ് കാർപ്പറ്റ് മ്യൂസിയം. ഒരു കാർപ്പറ്റ് ഇങ്ങനെ ചുരുട്ടി വെച്ചിരിക്കുന്ന ഒരു ഷേപ്പിലാണത്. ആ കാണുന്നതാണ് അവിടുത്തെ ഒരു ഫേമസ് മോളാണത്. അത് കഴിയുമ്പോഴത്തേനും പിന്നെ ഈവനിങ് ആയി. സോ ഇന്നത്തേക്ക് വൈൻഡപ്പ് ചെയ്യുന്നു.